ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. 2020 നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. മഹാമാരിയുടെ നടുവിലും കഴിഞ്ഞ 10 മാസക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തിയല്ലോ, പരിപാലിച്ചല്ലോ. മരണത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം നമ്മെ ജീവനുള്ള ദേഹിയായി നിർത്തിയല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവോ നമ്മുടെ സമ്പത്തോ നമ്മുടേതായിരിക്കുന്ന മറ്റുള്ള പൂഴ്ചകളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മോട് കൂടെയിരുന്ന് ഇവിടെ വരെ നമ്മെ എത്തിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി 78-ാം സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 78-ാം സങ്കീർത്തനം 6, 7, 8. വരുവാനുള്ള തലമുറ ജനിക്കുവാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളൊരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. 78-ാം സങ്കീർത്തനം ആസാഫ് ദൈവകൽപ്പന ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. യഹോവയുടെ അത്ഭുത പ്രവൃത്തികൾ പിതാക്കന്മാർ തങ്ങളുടെ പിൻതലമുറയെ അറിയിക്കണമെന്നുള്ള ദൈവകൽപ്പന സങ്കീർത്തനക്കാരൻ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ 2 വിധ ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവർ തങ്ങളുടെ ആശ്രയം അല്ലെങ്കിൽ പ്രത്യാശ ദൈവത്തിൽ വയ്ക്കണമെന്നുള്ളതും. 2, പിതാക്കന്മാരെ പോലെ ദുശാഠ്യമുള്ളവരാകാതെ ദൈവകൽപ്പന അനുസരിക്കണമെന്നുള്ളതുമാണ് ദൈവിക ഉദ്ദേശമെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നാൽ ഇസ്രായേലിന്റെ പുറപ്പാടിലും മരുഭൂമി വാസത്തിലും വെളിപ്പെട്ട ദൈവകരുണയ്ക്കെതിരെയുള്ള നന്ദികേടും അനുസരണക്കേടും വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോസഫിന്റെ മക്കളിൽ മനുഷ്യയേക്കാൾ ദൈവം ഉയർത്തിയത് എഫ്രീമിനെയായിരുന്നു. എഫ്രീം ഗോത്രക്കാരനായ യോശുവ മുഖാന്തരമാണ് ഇസ്രായേൽ ജനം കനാനിൽ പ്രവേശിച്ചത്. ഇതൊക്കെ ആയിട്ടും യുദ്ധ ദിവസത്തിൽ അവർ പിന്തിരിഞ്ഞു എന്ന് വളരെ വേദനയോട് ഓർക്കുക. 9-ാമത്തെ വാക്യം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അത്ഭുതങ്ങൾ കണ്ടിട്ടും ദൈവത്തെ അവിശ്വസിക്കുകയും തങ്ങളെ പോറ്റുവാൻ അവന് കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അത്ഭുതമായി ദൈവം അവർക്ക് ആഹാരവും വെള്ളവും നൽകി. ശക്തിമാന്മാരുടെ അപ്പമായ മന്ന തിന്ന് തൃപ്തരായി മാംസത്തിനായി പക്ഷികളെ വർഷിപ്പിച്ചു. എന്നിട്ടും അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഇതിൻ്റെ ഫലമായി ദൈവം കോപിച്ച് അവരെ ശിക്ഷിച്ചു. ശിക്ഷകളെല്ലാം അവരെ തങ്കിലേക്ക് മടക്കി വരുത്തണമെന്നായിരുന്നു. എന്നാൽ വേഴ്സ് 32 പറയുന്ന പോലെ ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു. എന്നിട്ടും അവിടുന്ന് കരുണ കാണിച്ചു. ദൈവം തൻ്റെ കരുണ വർദ്ധിപ്പിച്ചതുപോലെ ഇസ്രായേൽ തങ്ങളുടെ മത്സരവും വർദ്ധിപ്പിച്ചു. എങ്കിലും മഹാദയും കൃപാലുമായ ദൈവം അവരുടെ കരുണ കാണിച്ചു. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി ചെങ്കടൽ കടത്തി. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവർ ഭയപ്പെട്ടു. എങ്കിലും തിരുസാന്നിധ്യം അവരെ നിർഭയരാക്കി. അവർ കനാൻ കൈവശമാക്കി. ചരടുകൊണ്ട് അളന്ന് യോശുവ ദേശം വിഭാഗിച്ചു കൊടുത്തു. പ്രിയരെ, ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമുക്കായി ചെയ്ത വൻ കാര്യങ്ങളെ പിൻതലമുറയെ അറിയിക്കുകയും നമ്മളുടെ ആശ്രയം അല്ലെങ്കിൽ പ്രത്യാശ ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തെ പരീക്ഷിക്കാതെ ദൈവകൽപ്പന അനുസരിച്ച് മുന്നേറണമെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ തന്നെ കൃപകൾക്കായ സ്തോത്രം. ഇസ്രായേൽ ജനത്തെ എപ്രകാരം അങ്ങ് നടത്തിയെന്ന് കേൾക്കുവാൻ തന്നെ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് ഞങ്ങളുടെ തലമുറകളോട് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തെ പരീക്ഷിക്കാതെ ദൈവശബ്ദം അനുസരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. താവേ, ഞങ്ങളുടെ തലമുറയും അങ്ങയുടെ സന്നിധിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായിട്ട് ഒരുക്കിയാട്ട് കർത്താവേ. എല്ലാ നന്മകളാലും നിറച്ചാട്ട്. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. നവംബർ മാസത്തെ 1-ാമത്തെ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളെ ജീവനോടെ നിർത്തിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.
കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ട് ബലപ്പെടുത്തിയാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. മതിയായവൻ ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം